സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യേണ്ട സമയമാണ്. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരയായ യുവതിയോട് നേരിൽ സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. രാഹുലിനെതിരെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മൊഴി. ഇരയായ യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ച ചില നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് സൂചന. അതിനിടെ പാലക്കാട്ട് പരിപാടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് ഒഴിവാക്കി. പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ഷണമില്ല. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസെന്ന് കെ.ജെ. ഷൈൻ. തനിക്കെതിരെ ഇത്തരം വ്യാജ പ്രചരണം വരാൻ പോകുന്നുവെന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വ്യാജ പ്രചരണത്തെ ശക്തമായി നേരിടുമെന്നും കെ.ജെ. ഷൈൻ. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3500 പ്രതിനിധികൾ പങ്കെടുക്കും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക ലക്ഷ്യം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഹൈക്കോടതിയുടെ വിമർശനം മുഖ്യായുധമാക്കും. കെ.എസ്.യു പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതും ബഹളത്തിനിടയാക്കും. സഭാ കവാടത്തിലെ UDF MLA-മാരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കും. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി BJP. ക്രൈസ്തവരുടെ പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് സമരത്തിനൊരുങ്ങുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് നടത്തും. ഇന്ന് നടക്കുന്ന BJP കോർ കമ്മിറ്റിയിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകും. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചനയെന്ന വാദം പൊളിയുന്നു. തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് SIT ഹൈക്കോടതിയിൽ. ഗൂഢാലോചന സാധ്യത മാത്രമാണെന്ന് അന്വേഷിച്ചതെന്നും SIT. മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്താത്തതിൽ കോടതിയുടെ വിമർശനം. ആലപ്പുഴയിൽ വായ്പയ്ക്കായി KSFയിൽ ഈട് നൽകിയ ആധാരങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. KSF ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസറിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് രാജീവാണ് അറസ്റ്റിലായത്. 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് രാജീവ് നടത്തിയെന്നാണ് പരാതി. ഈടായി നൽകുന്ന ആധാരങ്ങൾ ഉപയോഗിച്ച് വിവിധ ബ്രാഞ്ചുകളിൽ തട്ടിപ്പ് നടത്തിയ സംഭവം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ ആക്രമണം കനക്കുന്നു. ഗാസയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 100ഓളം പേർ. വംശഹത്യക്കെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെന്ന ഹമാസിന്റെ ആഹ്വാനം. തെക്കൻ ലെബനോനിലേക്കും ഇസ്രായേൽ ആക്രമണം. കിഴക്കൻ റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. ഇന്ന് പുലർച്ചെയാണ് റഷ്യയിലെ കംചാറ്റ്സ്കി മേഖലയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ന് വയനാട്ടിലെത്തും. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പര്യടനം തുടരുന്നതിനിടെയാണ് ഇരുവരും വയനാട്ടിലെത്തുന്നത്. സ്വകാര്യ സന്ദർശനത്തിനാണ് എത്തുന്നതെന്ന് കോൺഗ്രസ്. ഏഷ്യാ കപ്പിലെ അച്ചടക്ക ലംഘനത്തിൽ പാകിസ്ഥാനെതിരെ ICC നടപടിയെടുക്കും. മാച്ച് റഫറിയുടെ മുറിക്കുള്ളിൽ അനുവാദമില്ലാതെ വീഡിയോ ചിത്രീകരിച്ചതിന് ICC PCBക്ക് നോട്ടീസ് അയച്ചു. പാക് മീഡിയ മാനേജർ പകർത്തിയത് മാച്ച് റഫറിയുമായി കോച്ചും ക്യാപ്റ്റനും നടത്തിയ കൂടിക്കാഴ്ച. ഏഷ്യാ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരം. എതിരാളികൾ ഒമാൻ. മത്സരം രാത്രി 8-ന് ദുബായിൽ. നോക്കാം വിശദമായി തന്നെ. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസെന്ന് കെ.ജെ. ഷൈൻ. തനിക്കെതിരെ ഇത്തരം വ്യാജ പ്രചാരണം വരാൻ പോകുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വ്യാജ പ്രചാരണത്തെ ശക്തമായി നേരിടുമെന്നും കെ.ജെ. ഷൈൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കെ.ജെ. ഷൈനൊപ്പം ഡാനി പോൾ ചേരുന്നു. ഡാനി,
ഇത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമെന്നാണ് KJ ഷൈൻ പറയുന്നത്. ഇത്തരത്തിലൊരു ആരോപണം വരാൻ പോകുന്നുവെന്ന് നേരത്തെ തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞുവെന്നും KJ ഷൈൻ പറയുന്നുണ്ട്. മറ്റെന്തൊക്കെയാണ് അവർ പറയുന്നത്? ആരോപണത്തെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അതുപോലെ. തീർച്ചയായും ഭവ്യ, കാരണം ഇത് ആരോപണം കൃത്യമായ രീതിയിലുള്ളൊരു അജണ്ട പ്രകാരമാണ്, കൃത്യമായ രീതിയിലുള്ള ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. വളരെ കൃത്യമായി അത് എക്സിക്യൂട്ടീവ് ചെയ്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തെ തന്നെ വലിച്ചിഴക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഷൈൻ ടീച്ചറും ഭർത്താവും ചേരുന്നുണ്ട്. ഈ ആരോപണങ്ങൾ പ്രത്യേകിച്ച് കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആരോപണങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായുമുള്ള ഒരു പ്രതികരണങ്ങളുണ്ട്. ടീച്ചർ ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലൊരു സൈബർ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നു. ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഇത് അതിജീവിക്കാനുള്ളൊരു ശ്രമങ്ങൾ? സൈബർ ആക്രമണം എന്ന് നമ്മൾ ഇപ്പോൾ ശൈലജ ടീച്ചർ വലിയ മോശമായ രീതിയിൽ അത് നേരിട്ടു. പല സ്ത്രീകളും ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസ്സിലെ തന്നെ സ്ത്രീകളെ കോൺഗ്രസ്സുകാർ തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴൊന്നും നമുക്ക് ഇപ്പോൾ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ തീവ്രത മനസ്സിലാകുക. അപ്പോൾ ആ ഒരു തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ 100 പേരോട് നമുക്ക് അതിന് ആൻസർ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്താണ് അത് വിശ്വസിച്ചിട്ടല്ല, പക്ഷെ എന്താ ടീച്ചറെ ഇതിങ്ങനെ കേൾക്കണേ, എന്താ ഇത് എന്തൊരു മോശമാണെന്നുള്ള രീതിയിൽ, ഇതാരാ ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരോടും നമുക്കിങ്ങനെ എനിക്ക് ഫോൺ കോളുകൾ ഇങ്ങനെ ഫോൺ എടുക്കാൻ നിലത്ത് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എന്തായാലും ഒരനുഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നേരിടേണ്ടത് എന്നെനിക്കും ബോധ്യം വന്നു. അതിലൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ കേരള സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ ജീർണത, അതിൻ്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ മധ്യേ എന്താ പറയുക ഉടുതുണി ഉരിഞ്ഞപ്പെട്ട രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അതിന് വേറൊരു മറുമരുന്ന് എന്താണ് എന്ന് തേടി വൃഥാവ ഒരു ശ്രമം, അത്രയാണ്. അതിനെ മറച്ചു വയ്ക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ആ ലൈംഗിക വൈകൃതത്തിനെതിരെയും അതുപോലെ തന്നെ അതിന് നേരിട്ട ശാരീരികമായി എൻ്റെ ബുദ്ധിമുട്ട് നേരിട്ട പെൺകുട്ടികളടക്കം അവരുടെ വോയിസ് മെസ്സേജ് അടക്കം അവരെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളുടെ അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ ഇനിയും മറച്ചു വയ്ക്കാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് മറച്ചു വയ്ക്കാൻ ഒരു പരാക്രമമാണ്. അവരുടെ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ UDF. തീർച്ചയായും അത്തരമൊരു പ്രൊപ്പഗണ്ട, അത്തരമൊരു അജണ്ടയുടെ ഭാഗമായി തന്നെ ഇരയാക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും. അതല്ലാതെ കരുതാൻ എന്താ ഉള്ളത്? അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ലാതെ ഇത് ഇപ്പോൾ എന്നോട് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് ടീച്ചർക്കെതിരെ ബോംബ് എന്നാണ്. അപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആളെ തിരിച്ചറിഞ്ഞില്ലേ? എനിക്കെതിരെ ബോംബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ബോംബ് പൊട്ടും എന്നുള്ളൊരു ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ അത് ഇങ്ങനെ ഈ അടുത്തുള്ളവരെ അടുത്തറിയുന്നവരെ ഒക്കെ തന്നെ നമ്മളങ്ങനെ രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ വ്യക്തികൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി അത് ആലോചിച്ചു. ഇത്രമേൽ ഹീനമായ ഒരു ആക്രമണമായിരിക്കും എന്ന് വിചാരിച്ചു. അതെ 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 എന്തെങ്കിലുമൊക്കെ ഗോസിപ്പൊക്കെ പറഞ്ഞ് പോകും. സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ ആളുകൾക്കൊരു രസമാണല്ലോ, ഏത് സ്ത്രീയെക്കുറിച്ചും. അത് കേൾക്കാനും രസമാണ്. അതിൻ്റെ അകത്തൊരു ആത്മരുതി അനുഭവിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. ലൈംഗിക വൈകൃതം, ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യമായി നമുക്കറിയാമല്ലോ. ഇപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണെങ്കിലും 4 പുരുഷന്മാർ കൂടുമ്പോൾ ഏത് സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ അതങ്ങനത്തെ ഒരു വൾഗറായിട്ടുള്ളൊരു കൾച്ചർ കുറേ കാലങ്ങളായി നമുക്ക് കൈമാറി പോരുന്നതാണ്. അത് കുറേയൊക്കെ കറക്റ്റ് ചെയ്ത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് മാറാത്ത, ഞങ്ങൾ മാറില്ല എന്ന് തീരുമാനിക്കുന്ന ഈ ചെളിക്കുണ്ടിൽ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്, മനുഷ്യരൂപമുള്ള. അവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കിട്ടിയപ്പോൾ, ടെക്നോളജി കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മാനസികമായ ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യുക. ഇതിന് പ്രതികരിക്കാൻ തീരുമാനിച്ചത് ഇതുപോലുള്ള ധാരാളം സ്ത്രീകൾ. ഇപ്പം ഇത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിൽ, സ്കൂൾ ലെവലിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് താല്പര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടിയോട് സ്വാഭാവികമായും വീട്ടുകാരതേ കണ്ടില്ലേ, വേണ്ടട്ടോ നമുക്ക് പറ്റിയതാ പണിയല്ല കേട്ടോ എന്ന് സ്വാഭാവികമായിട്ട് പറയില്ലേ? ഇല്ലേ, നീ പോകണ്ട കേട്ടോ. നമുക്കങ്ങനെയാണല്ലോ ഏറ്റവും ആദ്യം ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനല്ല നമ്മൾ നോക്കുക,
ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. നമുക്ക് വ്യക്തി ജീവിതം, കുടുംബജീവിതം, അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതം, ഇതൊക്കെയുണ്ട്. അത് എല്ലാ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിനുള്ള റൈറ്റും ഉണ്ട്. ആ റൈറ്റുള്ളൊരു സമൂഹമാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളിൽ പല ആളുകളും വന്നിട്ടില്ല. പക്ഷെ അത് വന്നിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. എത്രയോ പേരാണ് പുരുഷന്മാരടക്കം വിളിച്ച് ടീച്ചറെ ഒരിക്കലും പിന്നോട്ട് പോകരുത്, ധൈര്യമായിട്ട് എന്നുള്ള ഞങ്ങളൊക്കെ കട്ടക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. അപ്പം പക്ഷേ ഈ ഇതിൻ്റെ പാൽപ്പായസത്തിൽ ഒരു ചെറിയൊരു വിഷം വീണാൽ അത് മോശമായി പോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെ അതിനുള്ളൊരു ശ്രമം നടക്കുകയാണ്. അതെന്തായാലും വിജയിക്കില്ല എന്നുള്ളത് തന്നെ. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മണ്ഡലം കൂടിയാണ്, നിങ്ങളെല്ലാവരും അതിനെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു അതിക്രമം കാര്യങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പറയുന്ന ഒരു ആളുമാണ്. ഏതെങ്കിലും രീതിയിലൊരു പ്രതികരണമോ കാര്യങ്ങളോ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം അല്ല, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണല്ലോ, എന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ആളാണല്ലോ, അദ്ദേഹത്തോട് ചോദിക്കൂ. ഷൈൻ ടീച്ചർ പെട്ടെന്നൊരാൾ ഈ രീതിയിലേക്ക് ആക്ട് ചെയ്യില്ലല്ലോ, ഞാനാണെങ്കിൽ പോലും പെട്ടെന്ന്. അപ്പം അദ്ദേഹത്തോട് ചോദിക്കണം, താങ്കളുടെ മണ്ഡലത്തിലാണല്ലോ ഇങ്ങനൊരു വളരെ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹം പറയട്ടെ. കോൺഗ്രസ്സാണ് ഇതിന് പിന്നിലെന്ന് തന്നെയാണ് ടീച്ചർ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇതിൽ പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി ആ നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലീമസമാക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു കേസുകൾ, അതിൻ്റെ ഒരു വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു സിറ്റുവേഷൻ ബോധപൂർവ്വം ഉണ്ടാക്കുകയാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, നിങ്ങളെന്താ കരുതുന്നത്? ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിക്കുകയാണല്ലോ. നിങ്ങൾക്കൊരു ഒരു ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അനാലിസിസ് ചെയ്യുമല്ലോ, എന്തുകൊണ്ട് ഇതുണ്ടായി. സ്വാഭാവികമല്ലേ? പൊതുജനമധ്യത്തിൽ ഉടുതുണി ഉരിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി, അതും ഒരു പൊതുപ്രവർത്തകൻ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ സാധാ ഒരു മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ബിഹേവിയറൽ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാമൂഹ്യമായി ഉയർന്നു വരുന്നവരിൽ നിന്നാണ് അല്ലേ. അവർ കുറച്ചുകൂടി നന്നായി പെരുമാറണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരിക്കലും തിരിച്ച് ഉണ്ടാവാത്ത ഒരനുഭവം ഉണ്ടാവുന്നു. അതിന് തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ അത് തെളിവുകൾ ആ വിക്ടിം തന്നെ തുറന്ന് പറയും എന്നുള്ള രീതിയിൽ വരുന്നു. ഇനിയും വരുമെന്ന് പറയുന്നു. 18കാരി മുതൽ 60 വയസ്സുകാരി വരെയും അതിൽ IAS വരെയും അവരോട് വരെയും മോശമായി പ്രതികരിച്ച ഒരാൾ, അയാളെ ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി അവരുടെ മുന്നിലുണ്ട്. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇപ്പോൾ നിയമസഭ കൂടുന്നു, ആ നിയമസഭയ്ക്കകത്ത് എല്ലാ ആയുധങ്ങളും നിരായുധരായി നിൽക്കുന്നു, പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാഷ്ട്രീയമായ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് UDF ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ മോശമായി പറയുന്നു. ഇതൊരു ഒരു പ്രസ്ഥാനമല്ലേ? പാർട്ടിയുടെ പിന്തുണ വലുതായിരുന്നു ഈ ഒരു സാഹചര്യം അതിജീവിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയുമ്പോഴും അതിനുള്ള കരുത്ത് തരുന്നത് നമ്മുടെ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ, CPIM എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായൊരു ആശയമുണ്ട്. ഈ സമൂഹത്തിൻ്റെ വളർച്ചയിൽ ഒരു ലക്ഷ്യമുണ്ട്. എല്ലാ മനുഷ്യരും ഒരേപോലെ കാണണം, എല്ലാ മനുഷ്യരും ഒരേപോലെ ജീവിക്കാൻ കഴിയണം, പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയണം. അതാണ് ഞങ്ങളുടെ ആശയം. ആ ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും, നമുക്ക് വേറെ ലക്ഷ്യമല്ലല്ലോ, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് തരുന്ന കരുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസ്ഥാനം. അത് സ്റ്റുഡൻസ് SFI തുടങ്ങി, അതുപോലെ തന്നെ DYFIയിലൊന്നും ഞാൻ കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് അധ്യാപികയായി, അധ്യാപക പ്രസ്ഥാനം. ഞങ്ങളുടെയൊക്കെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഭരണഘടന എന്നിട്ടുള്ള അവകാശങ്ങൾ, ആ അവകാശങ്ങൾ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ആ യാഥാർത്ഥ്യമാക്കാൻ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് കുട്ടികളുമായി ഇടപെടുമ്പോൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം പ്രവർത്തിക്കണം, ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മളെങ്ങനെ നിലപാടെടുക്കണം എന്ന് പറയാനും പ്രവർത്തിക്കാനുമുള്ള കരുത്ത് എൻ്റെ പ്രസ്ഥാനം തരുന്നതാണ്. ഈ കേസും തുടർ നടപടികളിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും.
കേസ് കൊടുത്തു. കാരണം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നേരിടുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്രൈം, ഇതൊരു ക്രൈമാണല്ലോ. ശരീരത്തോട് ചെയ്യുന്ന ഉപദ്രവം മാത്രമല്ല ക്രൈം, മാനസികമായിട്ടുള്ള നമ്മൾ നേരിട്ടൊരു എന്നോട് ചെയ്തൊരു കുറ്റകൃത്യമാണ് ഒരു വിഭാഗം. അപ്പോൾ ആ കുറ്റകൃത്യത്തിനെതിരെ സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹം തരുന്ന നിയമപരമായ പരിരക്ഷ എന്താണോ ആ പരിരക്ഷ ഞങ്ങൾ തേടി. അത് തേടണം. അതെൻ്റെ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ ഓടി ഒളിക്കലല്ല, അതിനെ സധൈര്യം നേരിടുക, നമുക്ക് തന്നിട്ടുള്ള നിയമപരിരക്ഷ നമ്മൾ ഉപയോഗിക്കുക. അത് പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഈ വിഷയങ്ങളിൽ, സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം കുറേയും കൂടി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. തുടക്കത്തിൽ ഈ സൈബർ അറ്റാക്ക് അത് ഇത്രത്തോളം തീവ്രമാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്ന് പതറിയിരുന്നു. പിന്നീട് പാർട്ടിയാണോ ഇതിൽ ധൈര്യം തരുന്നു നിൽക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇതാദ്യം വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ പേരും വെളിപ്പെടുത്താതെയൊക്കെയാണല്ലോ ആദ്യം വന്നത്. നമ്മളത് നെവർ മൈൻഡ്, അത് വിട്ടുകളയുക. എന്തൊക്കെ പറയുന്നു ആളുകൾ എന്നൊക്കെ എന്ന രീതിയിൽ നമ്മളെടുത്തു. പക്ഷെ പിന്നീട് നമ്മുടെ പേര് വെച്ച് വളരെ വൾഗറായി വരുന്നു. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്തു. നമ്മളാണല്ലോ ആദ്യം സ്റ്റേണായിട്ട് നിൽക്കേണ്ടത്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആദ്യം ഞാൻ സ്റ്റേണാവണം, ഇല്ലേ? ഇപ്പോൾ ഒരാളെ താങ്ങി നിർത്തുക എന്നുള്ളത് അർത്ഥത്തിൽ ശരിയാണ്, ഒരു താങ്ങ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള കടന്നു വന്നിട്ടുള്ള വഴികളിൽ ഉള്ള കുടുംബത്തിൽ നിന്നാണെങ്കിലും, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നാണെങ്കിലും, എൻ്റെ മക്കളിൽ നിന്നാണെങ്കിലും, എൻ്റെ പൊതുസമൂഹത്തിൽ നിന്നാണെങ്കിലും, എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നാണെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു ധൈര്യം, ഒരു മനോബലം, ആ മനോബലം ആണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. പിന്നെ ഞങ്ങൾ കുടുംബത്തിലും ചർച്ച ചെയ്തു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇറങ്ങുമ്പോൾ, പൊതുപ്രസ്ഥാനത്തിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയൊക്കെ ഇതൊരു രസമാണ് ആളുകൾക്ക്. അല്ലെങ്കിൽ ഒരാളെ ഇടിച്ചു താഴ്ത്താൻ, തരം താഴ്ത്താൻ ഒക്കെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കും എന്നുള്ളൊരു ധാരണ കൂടി ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ പാർട്ടി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ധൈര്യമായിട്ട് നിൽക്കുക. ഒപ്പം ഷൈൻറ്റിയുടെ ഭർത്താവ് കൂടിയുണ്ട് ഡൈ ന്യൂസ്. ഒരു കുടുംബത്തിനെതിരെ വന്ന ഒരു ആരോപണമായിട്ട് തന്നെ കാണുന്നു. ഒരു വലിയ പിന്തുണ നൽകി ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ഇത് ആദ്യം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഒരു വിഷമം തോന്നി. അതിനുശേഷം ഷൈൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് 3 മക്കളാണുള്ളത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരൊന്നും പറയുന്നില്ല. സ്വാഭാവികം അത് ആ രീതിയിൽ തന്നെ അത് പോകുമെന്നാണ് കരുതിയത്. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ രൂപവും ഭാവവും മാറുന്നത്. നമ്മൾ ആദ്യം കണ്ടായിരുന്ന നിർദോഷകരമായെന്ന് തോന്നിയ ഒരു സംഭവം വലിയ തോതിൽ വ്യക്തിപരമായിട്ട് ആളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വാഭാവികമായിട്ട് ആദ്യം ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മളതൊക്കെ അറിയാവുന്ന പോലെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിയും, അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹവും, അതുപോലെ നമ്മളറിയുന്ന നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാളുപരി പറയുന്നത്, നമുക്ക് പറയാനുള്ള നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുക. അവർ ജില്ലാ സെക്രട്ടറി വന്നു, എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടും കൂടെ ആയപ്പോഴേക്കും നമുക്കൊരു ധൈര്യം കിട്ടി. നമ്മളത് നേരിടുകയാണ് ചെയ്തത്. അതായത് പൊതുരംഗത്തുറച്ചു നിന്നുകൊണ്ട് തന്നെ ഇത് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകും അല്ലേ? പിന്നെ അത് അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ പൊതുരംഗത്ത് മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും പ്രശ്നം നേരിട്ടല്ല, ആ പ്രശ്നത്തെ നേരിട്ട് നമ്മൾ വിജയം വരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഷൈൻ ടീച്ചറും ഭർത്താവുമാണ്. കാരണം ഒരു കുടുംബത്തിനെതിരെ തന്നെ വന്നൊരു ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതിനെതിരെ തന്നെ കുറിച്ച് അവർ മറുപടി പറയുകയായിരുന്നു. തീർച്ചയായും അതിനൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് അത് രൂപീകരിക്കപ്പെട്ടത് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. തീർച്ചയായും കോൺഗ്രസ്സുകാർ തന്നെ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് ടീച്ചർ പറയുകയും ചെയ്യുന്നു. കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ ഒരു വൈഷമ്യങ്ങളെ അതിജീവിച്ചത് എന്നവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. കേസും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷൈൻ ടീച്ചറും കുടുംബവും വ്യക്തമാക്കുന്നത്. ഭവ്യ, ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഇത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി എന്നാണ്, പൂർണ്ണമായി ഇതിനെ തള്ളിക്കളയുകയാണ് KG ഷൈൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക്
ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ വൈബസിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരയായ യുവതിയോട് നേരിൽ സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. രാഹുലിനെതിരെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നതായി ഇവർ മൊഴി നൽകി. ഇരയായ യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ച ചില നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇവർ കൈമാറിയെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ DIG ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയോട് ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഗർഭചിത്ര ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. 26-കാരിയായ ഇരയായ യുവതിയുമായി ആഴ്ചകൾക്ക് മുമ്പ് നേരിൽ സംസാരിക്കുകയും തുടർന്ന് സമൂഹമാധ്യമത്തിലൂടെ അവരുടെ ദുരനുഭവം പുറം ലോകത്തോട് പങ്കുവെക്കുകയും ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകയെ കൊച്ചിയിൽ നേരിൽ കണ്ടാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മൊഴി നൽകിയ മാധ്യമ പ്രവർത്തക നിർണായക തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായാണ് വിവരം. പുറത്തുവന്ന വിവാദ ശബ്ദരേഖകളുടെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലുകളും ശബ്ദരേഖയിൽ ഉള്ളതായാണ് സൂചന. സംഭവം പുറംലോകം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖയിൽ ഇരയായ യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. മാനസികാരോഗ്യം വീണ്ടെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് യുവതി സഹകരിച്ചാൽ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാമെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയതായാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. VV അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, നമുക്കറിയാം അരുണിലേക്ക് വരാം. എന്തായാലും നിലവിൽ ഈ കേസിൽ പരാതിക്കാരികളില്ല. പക്ഷേ ഈ ഇരയായ പെൺകുട്ടിയിൽ നിന്ന്, ഗർഭചിത്രത്തിന് വിധേയായ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ച മാധ്യമപ്രവർത്തക തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിൽ മൊഴി നൽകിയത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. നിലവിൽ ഈ കേസിൽ പരാതിക്കാരില്ല ക്രൈംബ്രാഞ്ചിന് മുൻപിൽ. പക്ഷേ ഈ ഇരയായ ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിയുമായി മാധ്യമപ്രവർത്തക നേരിൽ സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് മാത്രമല്ല, ചില തെളിവുകൾ കൈമാറി എന്നും പറയുന്നു. ഈ പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ കൈമാറുന്നു. തനിക്കറിയാവുന്ന വിവരങ്ങൾ, ആ പെൺകുട്ടി നൽകിയ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നു മാധ്യമപ്രവർത്തക. അങ്ങനെയാകുമ്പോൾ ഇനി ഈ കേസിന്റെ ഗതി അത് ഏത് തരത്തിലാകും? ഈ മൊഴിയെടുപ്പ് ഏത് തരത്തിൽ സ്വാധീനിക്കും കേസ്? പ്രധാനപ്പെട്ട ഒരു വഴി തുറന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ. അതും ഈ നിർണായകമായ കാര്യമാണ്. നേരത്തെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നത് കൃത്യമായ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇരകളിൽ ചിലർ മൊഴി നൽകിയെങ്കിൽ പോലും അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗർഭചിത്രം നടത്തിയ യുവതിയെ നേരിൽ കണ്ട് സംസാരിച്ച മാധ്യമപ്രവർത്തകയിൽ നിന്നാണ് ഇന്നലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് ഇന്നലെ ഈ മൊഴി രേഖപ്പെടുത്തിയത്. വളരെ കൃത്യമായ വിവരങ്ങൾ ഈ മാധ്യമപ്രവർത്തക പോലീസിന് കൈമാറി. അതായത് തനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇരയിൽ നിന്ന് താൻ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് നേരത്തെ അവർ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒക്കെ തൻ്റെ നിലപാട്, താൻ ഈ ഇരയെ കണ്ട കാര്യവും അവളുടെ സാഹചര്യവും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതൊക്കെ സാധൂകരിക്കുന്ന, അതൊക്കെ ശരിവയ്ക്കുന്ന, അതൊക്കെ സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇന്നലെ മാധ്യമപ്രവർത്തക അന്വേഷണ സംഘത്തിന് നൽകിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ശബ്ദരേഖകൾ കൂടി ഇവർ കൈമാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസ്തരീയമായ വിവരം. അതായത് ഈ ഇരയോട് സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളെപ്പറ്റി, രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള ബന്ധത്തെപ്പറ്റിയും ഈ ഗർഭിണിയായതും അതിനുശേഷം ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിച്ചതും അതിനുള്ള
മരുന്ന് നൽകിയതും അടക്കമുള്ള കാര്യങ്ങൾ ഈ ശബ്ദരേഖയായി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ തെളിവുകൾ കൂടി ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് ഇനി രാഹുലിലേക്ക് എത്താൻ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുന്നു. ഇതുവരെ കൃത്യമായൊരു പരാതിയോ അല്ലെങ്കിൽ ഈ വിവരം നേരിട്ടറിയാവുന്നവരുടെ മൊഴിയോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്തരത്തിലൊരു മൊഴിയാണ് ഇരയെ നേരിൽ കണ്ട് സംസാരിച്ച് അവരുടെ മാനസികാവസ്ഥ, അവർ കടന്നുപോയ ട്രോമ, അവരും രാഹുലുമായുള്ള ബന്ധത്തിൽ കൃത്യമായ തെളിവുകളടക്കം അറിയാവുന്ന ഒരാളുടെ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തിന് വലിയ ഒരു ഊർജ്ജം നൽകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഈ മൊഴി തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത് തെളിവായി എടുത്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം എന്നാണ് അവർ നൽകുന്ന ഇപ്പോൾ. അരുൺ, അങ്ങനെയാകുമ്പോൾ ഈ മാധ്യമപ്രവർത്തകയുടെ മൊഴി അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താനുള്ള നിർണായകമായ വഴി എന്ന് തന്നെ പറയാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുതന്നെയാണ്. അവരിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താനുള്ള കൃത്യമായ വഴി തുറക്കുകയാണ് ഈ മാധ്യമപ്രവർത്തകയുടെ മൊഴി. നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടായേക്കില്ല, ഇത്തരം സംഭവങ്ങൾ കെട്ടുകഥയാണ് എന്നൊരു പ്രചരണം വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അയാളെ അനുകൂലിക്കുന്നവരുടെ ഒരു സൈബർ പടയും ഒക്കെ അഴിച്ചുവിട്ടിരുന്നു. ആ സമയത്താണ് ഈ മാധ്യമപ്രവർത്തക പെൺകുട്ടിയെ കണ്ടത്. ആദ്യം വന്നത് അവർ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിമർശനമാണ് അവർക്കെതിരെ ഉയർന്നത്, ആരോപണമാണ് ഉയർന്നത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായി ഇരയെ കണ്ടത് മാധ്യമപ്രവർത്തക നിലയിൽ തന്നെയാണ്. അതിൽ അവൾക്കൊപ്പം നിൽക്കുന്നു, അവളുടെ ട്രോമ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പിന്മാറില്ല, പറയേണ്ട കാര്യം കൃത്യമായി ഇവിടെയും പറയാൻ തയ്യാറാണെന്ന മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തലാണ് അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ഒരു പുതിയ വഴി തുറന്നത്. ഇപ്പോൾ അവരുടെ മൊഴി കൂടി അതേ രീതിയിൽ ഒരു അല്പം പോലും മാറാതെ നേരത്തെ പറഞ്ഞ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ കൂടി കൈമാറിക്കൊണ്ട് ആ മാധ്യമപ്രവർത്തകർ നൽകിയ മൊഴി ആ രാഹുൽ മാങ്കൂട്ടത്തിലേക്കുള്ള അന്വേഷണ സംഘത്തിന്റെ വഴി വലിയ രീതിയിൽ വെട്ടിത്തുറക്കുമെന്ന ഉറപ്പാണ്. മാത്രമല്ല, ഇര പരാതിയുമായി രംഗത്ത് വന്നാൽ, ഇര പരാതി നൽകാൻ തയ്യാറായാൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചുള്ള തെളിവുകൾ, കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാമെന്ന ഉറപ്പും ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൊച്ചിയിൽ വെച്ച് നടന്ന മൊഴിയെടുപ്പിൽ ഈ മാധ്യമപ്രവർത്തകർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇവർ കൈമാറിയ തെളിവുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. അതിനുശേഷം കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ അവരെ വീണ്ടും സമീപിക്കും. ഇരയുമായും ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ തന്നെ ചർച്ച നടത്തുന്നുണ്ട്. ഇരയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായും വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ്. അവർക്ക് ഇത്തരത്തിലൊരു പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രയധികം സ്വാധീനമുള്ള ഒരു MLA, മാത്രമല്ല സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ എതിരാളികളെ ആ രീതിയിൽ അവഹേളിക്കുന്ന ഒരു സൈബർ പട നേരിട്ടല്ലെങ്കിൽ പോലും നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്, ഭയമുണ്ട്, ഭീതിയുണ്ട്. അത് വേണ്ട എന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ പെൺകുട്ടിയുമായി ഇതിനകം സംസാരിച്ചുകൊണ്ട് വേണം മനസ്സിലാക്കാൻ, ഉറച്ചു നിൽക്കാൻ. അരുൺ, നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. 1-ാം ഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടം കഴിഞ്ഞു, 3-ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നത് അടക്കം നമ്മൾ കണ്ടതാണ്. നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ എൻട്രി നമ്മൾ കണ്ടതാണ്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് രാഹുലിനെ ചേർത്ത് പിടിക്കാനുള്ള കോൺഗ്രസിൽ നിന്നുള്ള ആളുകളുടെ ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി മാധ്യമപ്രവർത്തകരുടെ അടക്കം ചോദ്യത്തിൽ നിന്ന് പലതവണ ഒഴിഞ്ഞു മാറുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ശബ്ദം താങ്കളുടേതാണെന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം അതൊരു നെവർ മൈൻഡ് ആക്കി കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല, അത് നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത് തനിക്കെതിരെ പരാതി നൽകാൻ ആരുമുണ്ടായിരുന്നില്ല, ഒരു പരാതിക്കാരി പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ധൈര്യം. പക്ഷേ ഇപ്പോഴും ആ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ അപ്പോൾ പോലും ആ പരാതിക്കാരി, ആ ഇരയായ പെൺകുട്ടിയെ നേരിൽ കണ്ട ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അപ്പോൾ ഇനി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ഈ കുരുക്കഴിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ ആത്മവിശ്വാസവും വലിയ ധൈര്യവുമൊക്കെ തനിക്കെതിരെ പരാതി നൽകാൻ ആരുമില്ല, ആരും പരാതിയുമായി രംഗത്ത് വരില്ല. ഇപ്പോഴും അന്വേഷണം കരുതുന്നത് ഈ ഇരകളുമായി ഇപ്പോഴും നിരന്തര സമ്പർക്കം രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തുണ്ട്. അവരെ പരാതി നൽകുന്നതെന്ന് പ്രേരിപ്പിക്കാൻ പല വഴികൾ അയാൾ സ്വീകരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നേരത്തെയുള്ള ബന്ധത്തിൻ്റെ ആ ബന്ധം വെച്ചുള്ള ഒരു സ്നേഹപൂർവമായ ഇടപെടലാകാം, അല്ലെങ്കിൽ സമ്മർദ്ദമടക്കമുള്ള സൈബർ മാധ്യമങ്ങളിലെ ആക്രമണം അടക്കമുള്ള സമ്മർദ്ദങ്ങളാകാം. ഏതായാലും കൃത്യമായി ഇരകളുമായി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലോ അയാളുമായി ബന്ധമുള്ളവരോ ബന്ധപ്പെടുന്നുണ്ട് എന്ന് അന്വേഷണ സംഘം കരുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വാസവും തന്നെയാണ് തനിക്കെതിരെ പരാതി പറയാൻ ഇവരിൽ ഒരാൾ പോലും രംഗത്ത് വരില്ല. പക്ഷെ അവിടെയാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു ഇടപെടലും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യവും രാഹുലിനെ വെല്ലുവിളിയാകുന്നത്. വളരെ കൃത്യമായി ഇരയെ നേരിൽ കണ്ട് ഇരയുടെ യഥാർത്ഥ അവസ്ഥ, യഥാർത്ഥ പ്രശ്നങ്ങൾ അറിഞ്ഞവരാണ് അവർ
പല തെളിവുകളും അവർക്ക് ഈ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രവുമല്ല, ഈ പെൺകുട്ടി ഇവരോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അടക്കമുണ്ട്. അതുകൂടി അന്വേഷണത്തിന് കൈമാറുമ്പോൾ സ്വാഭാവികമായും രാഹുലിലേക്ക് എത്താനുള്ള വലിയ ഒരു തെളിവായി അത് മാറും. ഇനിയും ഭവ്യ സൂചിപ്പിച്ചവരെ പൂർണ്ണമായും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ ഈ കേസിൽ മറ്റു തരത്തിലേക്ക് മാറ്റാനോ ഒക്കെയുള്ള തെളിവുകളായത് മാറുമോ എന്ന് വ്യക്തമല്ല. അതിൽ ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഇരകളുടെ പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ രാഹുലിലേക്ക് എത്താനുള്ളൊരു വഴിയായി ഇത് മാറുമെന്ന ഉറപ്പാണ്. ഈ പെൺകുട്ടി പരാതിയിൽ ഉറച്ചു നിന്നാൽ അല്ലെങ്കിൽ പരാതിയുമായി അന്വേഷണത്തിന് മുന്നിലെത്തി അതിനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ ഭയന്നും ആശങ്കയോടെയും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് അതിജീവിക്കാൻ കഴിയുമോ എന്ന ഭീതിയുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൃത്യമായി തന്നെ വഴി തുറക്കും. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് രാഹുലിനെതിരെ പോകാനും അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, വി അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി BJP ക്രൈസ്തവരുടെ പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് സമരത്തിനൊരുങ്ങുകയാണ്. തുടക്കമെന്ന നിലയിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് നടത്താനാണ് നീക്കം. ഇന്ന് നടക്കുന്ന BJP കോർ കമ്മിറ്റിയിൽ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകും. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. അതിനു മുൻപ് എന്താണ് ഈ JB കോശി കമ്മീഷൻ നൽകുന്ന പ്രധാന ശുപാർശകളെന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നു. ഈ ക്രൈസ്തവ വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും PSC നിയമനങ്ങളിൽ കൂടുതൽ സംഭരണം വേണമെന്നാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ പ്രധാന ശുപാർശകളിൽ ഒന്ന്. മറ്റൊന്ന്, സൺഡേ സ്കൂൾ അധ്യാപകർക്കും ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. തീരദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് പുനരധിവാസത്തിന് കൂടുതൽ മെച്ചപ്പെട്ട പാക്കേജ് വേണമെന്നാണ് മറ്റൊരു JB കോശി കമ്മീഷന്റെ ശുപാർശ. തീരുന്നില്ല. മലയോര മേഖലകളിൽ ക്രൈസ്തവരടക്കമുള്ള എല്ലാവരും നേരിടുന്ന വന്യമൃഗ ഭീഷണിക്ക് പരിഹാരം വേണം. വന്യമൃഗ ആക്രമണങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയവയാണ് മറ്റ് ശുപാർശകൾ. കുട്ടനാട്ടിലെ ജീവിത നിലവാരം ഉയർത്താനും മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം നേരിടുന്നതിനും പ്രധാന നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വിദ്യാഭ്യാസം, സാമ്പത്തികം, ന്യൂനപക്ഷം എന്നീ മേഖലകളിൽ ക്രൈസ്തവരുടെ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട റിപ്പോർട്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. പ്രേക്ഷകരുടെ അറിവിലേക്കായി പങ്കുവെച്ചുവെന്ന് മാത്രം. നമുക്ക് നേരെ ഇനി ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, കഴിഞ്ഞ 2 വർഷമായി JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ക്രൈസ്തവർ ഒന്നാകെ. അക്കാര്യത്തിൽ സംശയമില്ല. ആ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. അത് ഏറ്റെടുക്കുകയാണ് BJP. സ്വാഭാവികമായും നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നപ്പോൾ പൂർണ്ണമായും ക്രൈസ്തവരെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ BJPക്ക് ഉള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആവശ്യമായ ഈ JB കോശി കമ്മീഷൻ ഏറ്റെടുത്ത് സമരത്തിന് BJP ഇറങ്ങുന്നതും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? വിവരങ്ങൾ. തീർച്ചയായും ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്കതിനെ വിലയിരുത്താം. അതായത് ഈ സമീപകാലത്ത് പല സഭകളും സഭാധ്യക്ഷന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള സമരരംഗത്തേക്കൊക്കെയും പല സമരങ്ങളിലുമൊക്കെ ഉന്നയിക്കപ്പെട്ടൊരു വിഷയം തന്നെയാണിത്. ആ വിഷയം BJP ഉന്നയിക്കുന്നു. അതായത് സംസ്ഥാന സർക്കാർ അതിന് മുതിരാതെ വരുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പുറത്ത് കോൺഗ്രസും അതിനുവേണ്ടി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ 2 പാർട്ടികളും ഇടത് വലത് മുന്നണികൾ രംഗത്ത് വരാത്തൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിനിടയിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം തന്നെയാണുള്ളത്. കേവലം സഭാധ്യക്ഷന്മാരെ മാത്രം കയ്യിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ അനുകൂല പ്രതികരണം ഉണ്ടായതുകൊണ്ട് മാത്രം വോട്ട് ബാങ്കിലേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളതാണ് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. ഈ അടുത്ത K. സുരേന്ദ്രൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ തൃശ്ശൂരിലെ വിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പരാമർശത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സഭകളുടെ വോട്ട് കിട്ടിയോ എന്ന് ചോദിച്ച സമയത്ത് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സഭ ഔദ്യോഗികമായി പല വിഷയങ്ങളിലും ആ നിലയിൽ വോട്ട് ചെയ്യുന്നു എന്ന് കരുതാൻ BJP ഇപ്പോൾ തയ്യാറല്ല. നിരന്തരം ദീപിക അടക്കം പല വിഷയങ്ങളും രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുക എന്ന തന്ത്രം, അതിനെ പറ്റിയ വിഷയങ്ങൾ എന്തൊക്കെ എന്ന അന്വേഷണത്തിലായിരുന്നു BJP. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾ സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത ഉണ്ടാക്കാനാണ് കോർ കമ്മിറ്റിയുടെ ഒരു അജണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അവർക്ക് മുന്നിലുള്ളത്. ഈ നിയമസഭ
സമ്മേളനം ചേരുന്ന കാലയളവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ. അതിനായി BJPയുടെ നമുക്കറിയാം കേന്ദ്ര നേതാക്കൾ, ക്രൈസ്തവ നേതാക്കൾ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ നിരവധിയുണ്ട്. അൽഫോൺസ് കണ്ണന്താനവും അനിൽ ആന്റണിയും ടോം വടക്കൻ, അങ്ങനെ പല നേതാക്കളും അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ചുമതലയുള്ള അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെ പോലുള്ള നേതാക്കളുണ്ട്. അങ്ങനെ ഇത്തരം മുഖങ്ങളെ മുൻനിർത്തിയ ഒരു സമരത്തിന്, ആ വിഷയത്തിൽ സമരത്തിന് രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. നമുക്കറിയാം മുനമ്പം വിഷയത്തിൽ BJP അതിശക്തമായി നിൽക്കുകയും ആ സമര രംഗത്ത് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നിന്നുകൊണ്ട് ഒരു പരിധിവരെ അവിടെ BJPക്കടക്കം കമ്മിറ്റി രൂപീകരിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ രാഷ്ട്രീയമായി വളരുക എന്ന തന്ത്രം തന്നെയാണ് ഈ വിഷയത്തിൽ BJPയെ സംബന്ധിച്ച് ഉള്ളത്. കേവലം സഭാധ്യക്ഷന്മാരോ അല്ലെ ദീപികയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല പ്രതികരണം നേടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് സഭകൾക്കുള്ളിലേക്ക്, വിശ്വാസികൾക്കുള്ളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണിത്. ശരി, ശ്രീജിത്ത് തുടരുക, ഞാൻ വരാം. ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കബീൽ നമുക്കൊപ്പം ചേരുന്നു. ഫാദർ, നമുക്ക് ഈ 2 വർഷമായിട്ടുള്ള പ്രധാനമായും കേരളത്തിലെ എല്ലാ ക്രൈസ്തവരുടെയും ആവശ്യമാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക, അത് നടപ്പാക്കും. പക്ഷെ അത് നടപ്പാകുന്നില്ല. സർക്കാർ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴിതാ നോക്കൂ, BJP ഇവിടെ ഈ വിഷയം ഏറ്റെടുക്കുന്നു, അവർ സമരത്തിനൊരുങ്ങുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുകയും അതിലെ നിർദ്ദേശങ്ങൾ ക്രൈസ്തവ നേതാക്കളുമായിട്ട്, സഭാ നേതൃത്വവുമായി ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസും ക്രൈസ്തവ സഭാ നേതൃത്വവും ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിനൊരു അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ ദുഃഖകരവും പ്രതിഷേധം ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിച്ച ആളുകൾ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഉദാഹരണത്തിന് ഈ ഒക്ടോബർ മാസം 13-ാം തീയതി തൊട്ട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് അഭിനന്ദമാർ ജോസഫ് പമ്പളാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു കേരള യാത്ര, അവകാശ സംരക്ഷണ യാത്ര തുടങ്ങുകയാണ്. 24-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത് അവസാനിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയം തന്നെ പ്രധാനമായിട്ട് എടുത്ത് മറ്റ് ന്യൂനപക്ഷ അവകാശ വിഷയങ്ങളും എടുത്ത് ഞങ്ങളുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ സാറിന്റെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള അധ്യക്ഷതയിൽ നടത്തുന്ന ഈ യാത്ര ഈ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. അപ്പോ ഈ യാത്രയിലും ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഈ കാര്യത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഏതായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാരുകൾ മാറി നിന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ പഠിച്ച് അതിന് പരിഹാരം കാണേണ്ടത് ആവശ്യകമാണ്. അതുപോലെ തന്നെയുള്ള പല വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ JB കോശി കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണെങ്കിൽ പോലും ഈ വിദ്യാഭ്യാസ രംഗത്തെ ചൂഷണങ്ങൾ, അതായത് ഈ ഭിന്നശേഷി പെട്ട ആളുകളുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, അതുകൊണ്ട് ന്യൂനപക്ഷത്തിലുള്ള ഞങ്ങളുടെ കോർപ്പറേറ്റ് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിച്ചത് ഗവൺമെന്റ് അംഗീകരിക്കാതിരിക്കുന്ന വിഷയം, ഇതൊക്കെ ഉണ്ട്. ഒത്തിരിയേറെ വിഷയങ്ങൾ. അതുപോലെ കർഷകരെ അതാണ് ഫാദർ. അപ്പോൾ ഈ വലിയ വിഷയങ്ങൾ BJP ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ നോക്കിക്കാണുന്നു? ഞങ്ങൾ BJP ഏറ്റെടുക്കുന്നതോ ഇല്ലെന്നല്ല ഞങ്ങളുടെ വിഷയം. പൊതുജനം ഇത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം. കർഷകരെ, ക്രൈസ്തവരെ, ന്യൂനപക്ഷങ്ങളെ ഒക്കെ വിലക്കെടുക്കുന്ന ആളുകളെ ഞങ്ങളും അതുപോലെ തന്നെ വിലക്കെടുക്കും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും പരിഗണിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരാണോ ആ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നവരോട് ഞങ്ങളും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് അവഗണിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറയാനാണ്? പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു സഹകരണവും കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ നമ്മൾക്കെതിരാണെന്നാണല്ലോ. അപ്പൊ നമുക്ക് അനുകൂലമായിട്ട് ആര് വന്നാലും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല. സഭയ്ക്കും കത്തോലിക്ക കോൺഗ്രസിനും എപ്പോഴും പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളാണുള്ളത്. ഞങ്ങളുടെ വിഷയങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കാൻ വരുന്നവരെ ഞങ്ങൾ നിരാകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ന്യൂനപക്ഷങ്ങളുടെ വിഷയം അത് പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്.
ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് തന്നെ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നന്ദി ശ്രീ ഫാദർ ഫിലിപ്പ് കവിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ ശ്രീജിത്തിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീജിത്ത്, ഈ ശുപാർശകൾ നടപ്പാക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇപ്പോഴിതാ നോക്കൂ, ഇവിടെ BJP നേരിട്ട് ഈ വിഷയം ഏറ്റെടുക്കുന്നു, സമരത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായും BJPയുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനോട് തിരിച്ചടിയാവില്ലേ ശ്രീജിത്ത്? രാഷ്ട്രീയ നേട്ടങ്ങളാണ് എല്ലാവരും ഇതിൽ ശ്രമിക്കുക ഭവ്യ. അതുതന്നെയാണ് BJPയും ശ്രമിക്കുന്നതെന്ന് തന്നെ നിസ്സംശയം പറയാം. തീർച്ചയായും ഇതിനൊരു പരിഹാരം BJP ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് അവരോട് ചേർന്ന് നിൽക്കുമെന്ന് അല്പസമയം മുമ്പ് സംസാരിച്ച ഫാദർ ഫിലിപ്പ് കവിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങൾ ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ അവർ നടപടി സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ വിഷയം ആരെ ഏറ്റെടുക്കുന്നോ അവരോട് അനുഭാവപൂർണമായ ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വിശകലനം ചെയ്യണമെന്നില്ല, അവർ തന്നെ തുറന്നു പറയുകയാണ്, സഭകൾ തന്നെ ഫലത്തിൽ തുറന്നു പറയുകയാണ്. അങ്ങനെ ഒരു സഹായം ഉണ്ടായാൽ അതിന് BJPയെ ഞങ്ങൾ സഹായിക്കുമെന്ന് വളരെ പരസ്യമായി തുറന്നു പറയുകയാണ് ഫാദർ ഫിലിപ്പ് കവിൽ ഏതാണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ ഒരു സമരം നടത്തുന്നു, അതിന് സമാന്തരമായി BJPയും ഒരു സമരം നടത്തുന്നു. ഏതാണ്ട് ഒരേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നു എന്നുള്ളതും ഇതിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിൽ കോൺഗ്രസ് കേവലം ഈ പ്രത്യേകിച്ച് സംവരണം പോലെയുള്ള പല വിഷയങ്ങളും ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റൊരു മുസ്ലിം വിഭാഗത്തെ കൂടി ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ BJPയുടെ ഈ ആവശ്യത്തോട് അല്ലെങ്കിൽ സഭകളുടെ ഈ ആവശ്യത്തോട് എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അങ്ങനെ അവർക്കൊരു ഇടപെടൽ സാധ്യതയില്ല എന്ന് കാണുന്ന വിഷയമായതുകൊണ്ട് തന്നെയാണ് BJP ഇതിൽ കാര്യമായി ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗം ഈ സമരത്തിന് എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലടക്കം നമുക്കറിയാം വലിയ തരത്തിലൊരു ക്ഷീണം BJPക്ക് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ക്ഷീണം മറികടക്കാൻ കൂടിയുള്ള ഒരു നീക്കമാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു കാരണം ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം. എന്തായാലും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു നീക്കം നടത്തുക തന്നെയാണ്. അത് വലിയൊരു ലക്ഷ്യമായി കൊണ്ടാടുകയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ്, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJPയിലെ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവ വീടുകളിൽ ചെല്ലണം, ഗൃഹസമ്പർക്കം നടത്തണം, അവരുമായി ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ BJP സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് ഏറ്റെടുക്കാൻ BJP തയ്യാറാകുന്നതും ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി തന്നെയാണ്. കാര്യത്തിൽ സംശയമില്ല. ശ്രീജിത്താണ് വിവരങ്ങൾ. മറ്റു വാർത്തയിലേക്ക്. ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക 15-ൽ 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് UN വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. അതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധവും ആകാശയുദ്ധവും കനക്കുകയാണ്. ഗാസയിൽ ഇന്നലെ മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 കുട്ടികൾ പട്ടിണി കാരണം മരിക്കുകയായിരുന്നു. ഗാസ സിറ്റിയെ കൂടാതെ ദൈറുൽ ബലാ നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യമെത്തി. MJ മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, വിശദാംശം. ഭവ്യ, ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഗാസ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരയുദ്ധം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വടക്ക് കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലയും കേന്ദ്രീകരിച്ച് വളഞ്ഞുള്ള ഒരു ആക്രമണം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർവ്വസന്നാഹത്തോടു കൂടി ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ഒപ്പം തന്നെ വ്യോമാക്രമണവും ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്, ഞങ്ങളോട് പറയുന്നു നിങ്ങൾ തെക്കോട്ടേക്ക് നീങ്ങാൻ, അതിനുവേണ്ടി പടിഞ്ഞാറൻ ഭാഗത്തോടുകൂടി അൽ റാഷിദ് പാത തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ആ അൽ റാഷിദ് പാതയിലൂടെ തെക്കൻ ഗാസയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. പക്ഷേ അൽ റാഷിദ് മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലരും മരിച്ചു വീഴുന്ന സാഹചര്യം, അത് പട്ടിണി മൂലവും ഒപ്പം തന്നെ ഭക്ഷണം ലഭ്യമല്ലാത്തത് മൂലവും ഒപ്പം തന്നെ ആ മേഖലയിൽ രൂക്ഷമായ വ്യോമാക്രമണം നടക്കുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സുരക്ഷിതമല്ലാത്ത ഇടത്തേക്ക് ഞങ്ങൾ എന്തിനു പോകണം എന്നുള്ള ചോദ്യം ഇതിൽ ഭൂരിഭാഗം ജനങ്ങളും ചോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു പാത തുറന്നിട്ട് മണിക്കൂറുകളായി
മണിക്കൂറുകളായിരിക്കുന്നു. ഇതിനിടയിൽ ഏകദേശം 100,000-ഓളം പേർ പലായനം ചെയ്തതായിട്ടുള്ള അനൌദ്യോഗിക വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും 7,00,000-ഓളം ആളുകൾ വടക്കൻ ഗാസയിലും ഗാസ സിറ്റിയിലുമൊക്കെയായി ഉണ്ട് എന്നുള്ളതാണ്. വടക്കൻ ഗാസ പൂർണ്ണമായും ഒറ്റപ്പെട്ട തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഇപ്പോഴും സൈന്യം വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഏകദേശം 2 മാസം മുതൽ 3 മാസം വരെ സമയം വേണ്ടിവരും ഇത്തരത്തിൽ പൂർണ്ണമായും ഒരു കീഴടങ്ങലിലെ അല്ലെങ്കിൽ ഹമാസിന്റെ അംഗങ്ങളെ മുഴുവൻ വകവരുത്തിക്കൊണ്ട് ഗാസ പൂർണ്ണമായും ഏറ്റെടുക്കാൻ ഈ 3 മാസത്തോളം സമയം വേണ്ടിവരുമെന്നുള്ള ഒരു വിശദീകരണമാണ് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, മനുഷ്യരാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ മനുഷ്യക്കുരുതി തന്നെയാണ്, മനുഷ്യഹത്യ തന്നെയാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് മരണപ്പെടുന്നത്. 65,000-ന് മുകളിലേക്ക് മരണസംഖ്യ ഉയരുന്നൊരു പശ്ചാത്തലം. അതിനും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അനൌദ്യോഗിക വിവരങ്ങൾ കൂടിയുണ്ട്. പലരും ആയിരങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം, മരണപ്പെട്ട് മണ്ണിനടിയിലാണ്. പല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ അതിനടിയിൽ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം. കൂടാതെ ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും സ്വന്തം ജീവൻ കയ്യിലൊതുക്കിക്കൊണ്ട് പലായനം ചെയ്യുന്ന ആളുകൾ, അതെല്ലാം മറിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു പോയാൽ പോലും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ തെക്കൻ ഗാസയിൽ ആളുകൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലായനം ചെയ്തു വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെന്റുകളിലായി നിരവധി പേർ കഴിയുന്ന സാഹചര്യം. അവിടെ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. ഒപ്പം തന്നെ വെള്ളം പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷം. അവിടെയും ആക്രമണം രൂക്ഷമാണ്. ടെന്റുകളിലൊക്കെ ബോംബ് വന്ന് പതിക്കുന്ന സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാതെ തങ്ങളുടെ ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ മരിച്ചു വീഴുന്നതല്ലേ ഇതിലും ഭേദം നല്ലത് എന്നുള്ള ചോദ്യമാണ് ഇവർ നിസ്സഹായരായി പറയുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ, ഒപ്പം തന്നെ അച്ഛനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ UN രക്ഷാസമിതിയിൽ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൽ 15 രാജ്യങ്ങളിൽ 14 പേരും അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്തിരിക്കുന്നു, പ്രമേയത്തെ വീറ്റോ ചെയ്തിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല ഈ നടപടി അവസാനിപ്പിക്കാൻ എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നത് കൂടിയാണ് ഈ ഒരു നടപടിയിലൂടെ മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകിയത്. കിഴക്കൻ റഷ്യയിൽ ശക്തമായ ഭൂകമ്പം. ഇന്ന് പുലർച്ചെയാണ് റഷ്യയിലെ കംചാറ്റ്സ്കി മേഖലയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഇടവേള കൂടി. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിയമസഭാ നടപടിക്കിടെ മന്ത്രി ശിവൻകുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ട്. ശിവൻകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സാരംഗ് സുധാകരൻ വിവരങ്ങൾ നൽകും. മിനിസ്റ്ററുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? ഓക്കെ ആണല്ലോ അല്ലേ?
ഭവ്യ ചോദ്യോത്തര വേളയ്ക്കിടയിലായിരുന്നു അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ വാക്കൻപാട് അവിടെ നിന്നും അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ ആരോഗ്യസ്ഥിതി കുഴപ്പമൊന്നുമില്ല, ഇത്തരത്തിൽ തൃപ്തികരമാണ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത്തരത്തിൽ ന്യൂറോ സംബന്ധമായ പല അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ടെങ്കിലും നിലവിൽ പെട്ടെന്നുണ്ടായ ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമാണ്. അതിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭവ്യ, ശരി. സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ വായ്പയ്ക്കായി KSFEയിൽ ഈട് നൽകിയ ആധാരങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് രാജീവാണ് അറസ്റ്റിലായത്. 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് രാജീവ് നടത്തിയതായാണ് പരാതി. ഈടായി നൽകുന്ന ആധാരങ്ങൾ ഉപയോഗിച്ച് വിവിധ ബ്രാഞ്ചുകളിൽ തട്ടിപ്പ് നടത്തിയ സംഭവം ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. വായ്പയ്ക്ക് നൽകിയ രേഖകൾ സ്വന്തം ചിട്ടിക്ക് ഈടായി നൽകിയാണ് രാജീവ് തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്ത് ജീവനക്കാരിയായ ഭാര്യ, അമ്മ എന്നിവരുടെ പേരുകളിലുള്ള ചിട്ടികൾക്ക് ഈടായി മറ്റുള്ളവർ നൽകിയ ആധാരങ്ങൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി. KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്കായി ഈട് നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്കായി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സുമ എന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണഞ്ചേരി പോലീസാണ് രാജീവിനെ പിടികൂടിയത്. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ ആധാരം ചോദിക്കുമ്പോഴത്തേക്കുമാണ് പറയുന്നത് ഒരെണ്ണവേ ഉള്ളൂ, ഒരെണ്ണം ഇല്ലെന്ന് പറയുന്നു. അത് ആരുടെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ആധാരം മാത്രമാണ്? ഞങ്ങളുടെ ലോണിന് ഭർത്താവിന്റെ ആധാരമാണ് ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വഴിക്കെന്ന് പറഞ്ഞ കുറവ് ഭൂമിയുള്ള ആധാരമാണ്, കൊടുത്ത ആധാരമാണ് ഞങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സുമയെ കൂടാതെ വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ്, ബന്ധുവും ആപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങി തട്ടിപ്പ് നടത്തിയത്. വായ്പാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം 8 ലക്ഷം രൂപ KSFEയിൽ നിന്നും രവീന്ദ്രന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. മാസത്തിരിച്ചടവിനുള്ള 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി 8 ലക്ഷം രൂപയും ഇവർ തിരിച്ചടച്ചു. പിന്നീട് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രന്റെ വീട് ജപ്തി ചെയ്യാനായി KSFE ജീവനക്കാർ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം രവീന്ദ്രൻ അറിയുന്നത്. അറസ്റ്റിലായ മണ്ണഞ്ചേരി പോലീസിനെ കൂടാതെ ആലപ്പുഴ സൗത്ത് പോലീസും രാജീവിനെതിരെ കേസെടുത്തിരുന്നു. പരാതിയെ തുടർന്ന് രാജീവിനെ KSFE സസ്പെൻഡ് ചെയ്തു. KSFE വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ 3 വേദികളായി നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം. പമ്പ മണപ്പുറത്തെ പ്രധാന വേദിക്ക് പുറമെ ഹിൽ ടോപ്പിലും ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിലുമാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 3500ഓളം പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 260ഓളം പ്രതിനിധികളും തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാരടക്കം വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ, പിൽഗ്രിം ടൂറിസം വികസനം, തീർത്ഥാടന കാലയളവിലെ തിരക്ക് നിയന്ത്രണം എന്നീ വിഷയങ്ങൾ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകും. ചർച്ചയിൽ ഉയരുന്ന ആശയങ്ങൾ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് നടപ്പാക്കും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 3 ഘട്ടങ്ങളിലായി അവർ നിർദ്ദേശിച്ചിട്ടുള്ളത് കൈപ്പർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് വായ്പയിലാണ് ആലോചിച്ചത്. ആ 3 ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ ശബരിമലയിൽ മാത്രമായി 778 കോടി രൂപയുടെ വികസനവും അതോടൊപ്പം പമ്പയിലും നിലയ്ക്കലുമായി മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി ചേർന്നാൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അതിൽ നിർദ്ദേശിക്കപ്പെടുന്ന 3 ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ. അയ്യപ്പ സംഗമം ശബരിമല ദർശനത്തെ ബാധിക്കില്ലെന്നും തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താമെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. സംഗമത്തിൽ മന്ത്രിമാർ, MLA മാർ തുടങ്ങിയവരും പങ്കെടുക്കും. KSRTCയും ടൂറിസം വകുപ്പുമാണ് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. 7 കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിന് ചെലവഴിക്കുന്നത്. സ്പോൺസർമാരുടെ സഹായവും പരിപാടിക്കുണ്ട്. അതേസമയം അയ്യപ്പ സംഗമത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധവും വിമർശനവും തുടരുകയാണ്. 20 വൈകിട്ട് 5 മണിയോടെ അയ്യപ്പ സംഗമം സമാപിക്കും. ന്യൂസ് 18 പത്തനംതിട്ട.
കാസർഗോഡ് ബാലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലം പ്രതിസന്ധിയിലായി നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് ഒഴിയണമെന്നാണ് കേരള ബാങ്കിന്റെ നിർദ്ദേശം. പഞ്ചായത്തിന്റെ സഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ്. സെപ്റ്റംബർ 20-ന് വീട് പൂട്ടി താക്കോൽ നൽകണം, അല്ലെങ്കിൽ ഈ മാസം 22-ന് പോലീസുമായി വന്ന് താമസം ഒഴിപ്പിക്കും. ഇതാണ് കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖ അധികൃതർ ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപയിൽ നിർമ്മിച്ച വീട്ടിലാണ് ഈ നിർധന കുടുംബം കഴിയുന്നത്. 22-ാം തീയതി പോലീസുകാരെയും കൊണ്ടുവന്ന് ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല, ഒരു വഴിയില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞങ്ങളെ കൊണ്ടാവും. സംഭവിച്ചിരിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. 2014-ൽ കുടുംബം കേരള ബാങ്കിൽ നിന്ന് 2,40,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ വെള്ളം കിട്ടാത്ത പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ചതോടെ അതിനായി പണം ചിലവഴിച്ചു. ഇതോടെ തിരിച്ചടവും മുടങ്ങി. എനിക്ക് പല രോഗങ്ങളായി, പലർക്കും ബുദ്ധിമുട്ടും, പണിയും ജോലിയും ഇല്ലാതായി. അതിനിടയ്ക്ക് കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായി. 3.5 വയസ്സായി കുഞ്ഞിന് ചികിത്സ ഉണ്ടായപ്പോൾ മുതൽ ആശുപത്രിയിൽ ഇറങ്ങി കിടക്കുവാണ്. 2 മാസം കോഴിക്കോട് കിടന്നു. അങ്ങനെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് മുതലുള്ള ചികിത്സ. അപ്പോൾ കുഞ്ഞിന് സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കുകയില്ല, 2 കാലിനും വളവുണ്ട്, നടക്കുകയില്ല, കിടന്ന് ഉരുളുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പൊ കുഞ്ഞ് പരിഹാരം മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഏക ആശ്രയമായ മകനും മകന്റെ കുട്ടിയും രോഗബാധിതരായതോടെ ദുരിതം കൂടി. ഇപ്പോൾ 5,80,000 രൂപ അടക്കണമെന്നാണ് ബാങ്കിന്റെ നിർദ്ദേശം. സഹായിക്കാൻ ആരെങ്കിലും എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇവർ. ന്യൂസ് 18 കാസർഗോഡ്. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ഡെസ്ക് കാണാം. നമസ്കാരം.